നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂച്ചപ്ര ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർ ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് ഈടാക്കാനായി ബന്ധുക്കൾക്കെതിരെ റവന്യൂ റിക്കവറിക്ക് ഉത്തരവിട്ട ജില്ലാ കളക്ടറുടെ നടപടി വിവാദമാകുന്നു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ടൗൺ ബ്ലോക്ക് സമ്മേളനം മുതലക്കോടത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറി പി ചന്ദ്രശേഖരപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. ബുധനാഴ്ച പൊങ്കാല നടക്കും. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ബംഗളൂരിൽ നടത്തിയ സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് CPM ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം ചെയ്തു. KP ഗോപിനാഥ് സ്മാരക മാധ്യമ അവാർഡ് മനോരമ ന്യൂസിലെ S മഹേഷ് കുമാറിന്. വാർത്തകൾ വിശദമായി. പൂച്ചപ്ര ഉരുൾപൊട്ടലിൽ ഉറ്റവരും വീടും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ വക ജപ്തി നടപടികളും തുടങ്ങി. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ വീടിനുണ്ടായിരുന്ന വൈദ്യുതി കണക്ഷന്റെ പേരിലാണ് ജപ്തി നടപടികൾക്കായി വെള്ളിയാമറ്റം വില്ലേജ് ഓഫീസർ മുഖേന ജില്ലാ കളക്ടർ നടപടിക്കൊരുങ്ങുന്നത്. ഇതനുസരിച്ച് സെക്ഷൻ 7 പ്രകാരം ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർ ഉപയോഗിച്ച വൈദ്യുതിയുടെ ഫീസായി 232 രൂപയും നോട്ടീസിനായി 2 രൂപയും 18% പലിശയുമാണ് റവന്യൂ റിക്കവറി നടപടിയിലൂടെ ബന്ധുക്കളിൽ നിന്നും വസൂലാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്ത സമയത്ത് എത്തിയ ജനപ്രതിനിധികൾ പകരം സ്ഥലവും വീടും വാഗ്ദാനം നൽകി മടങ്ങിയെങ്കിലും 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇതിനു പകരം ജപ്തി നടപടികൾക്ക് ഒരുങ്ങുന്നത് വ്യാപകമായ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. എൻ്റെ വീടും എൻ്റെ അമ്മ മരിച്ചുപോയി, പെരുമ്മ മരിച്ചുപോയി. അന്ന് അവിടെ കറണ്ട് കണക്ഷനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ റവന്യൂ വകുപ്പും എല്ലാം കൂടി ജപ്തി നടപടി സ്വീകരിക്കുകയാണ്. അന്ന് വന്നുപോയ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരെല്ലാം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വേണ്ട തന്നോളാം, സ്ഥലവും വീടും അനുവദിച്ച് തന്നോളാം. മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകൾക്ക് സമീപം വീണ്ടും ഭൂചലനം. ഞായറാഴ്ച അർദ്ധരാത്രി 12:17 റിക്ടർ സ്കെയിലിൽ 2.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമുണ്ടായത്. മുല്ലപ്പെരിയാർ ഭീഷണിയുടെ മുൻപിൽ നിൽക്കുന്ന ഇടുക്കി ജില്ലയുടെ നെഞ്ചിൽ ഇടുത്തി വീഴ്ത്തി ഇടുക്കി ജില്ലയിൽ വീണ്ടും ഭൂചലനം. ഞായറാഴ്ച അർദ്ധരാത്രി 12:17 ഉണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത 2.1 ആയിരുന്നു. പ്രഭവകേന്ദ്രം ഉപ്പുതറയ്ക്ക് സമീപം വെഞ്ഞൂർ മേടാണെന്ന് വൈദ്യുത ബോർഡ് ഗവേഷണ വിഭാഗം സ്ഥിരീകരിച്ചു. 2011 മാർച്ച് 5 ജില്ലയിൽ തുടർചലനങ്ങൾക്ക് കാരണമായ ഭൂചലനം ഉണ്ടാകുന്നത്. കൃത്യം 1 വർഷം പിന്നിട്ടപ്പോൾ തന്നെ നാടിനെ നടുക്കി വീണ്ടും ഭൂചലനം. കഴിഞ്ഞ വർഷത്തെ ചലനം റിക്ടർ സ്കെയിലിൽ 1.9 രേഖപ്പെടുത്തിയപ്പോൾ ഞായറാഴ്ച അത് 2.1 ആയിരുന്നു എന്ന വ്യത്യാസം മാത്രം. 2 ചലനങ്ങളുടെയും പ്രഭവകേന്ദ്രം ഉപ്പുതറയ്ക്ക് സമീപ പ്രദേശത്ത് തന്നെ എന്നതും കൗതുകകരമാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഉണ്ടായ 29 ഭൂചലനങ്ങളിൽ 20 കണ്ണമ്പടിക്ക് സമീപമുള്ള വെഞ്ഞൂർമേട് കേന്ദ്രീകരിച്ചാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. സമീപ പ്രദേശമുള്ള ഉളുപ്പൂണി കേന്ദ്രീകരിച്ച് 5 വെള്ളക്കാനവും തോപ്രാംകുടിയും ആനക്കുളവും കണ്ണമ്പടിയും കേന്ദ്രീകരിച്ച് ഓരോന്ന് വീതവും. സംസ്ഥാനത്തെ 30 ലക്ഷം ജനങ്ങൾക്ക് ഭീതി വിതച്ചു നൽകുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും 37 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഭ്രംശ കേന്ദ്രം എന്നതും ശ്രദ്ധിക്കണം. ഇടുക്കി അണക്കെട്ടിൽ നിന്നും 10 കിലോമീറ്ററും കുളമാവിൽ നിന്നും 8.5 കിലോമീറ്ററും അകലം മാത്രമാണുള്ളത്. കുളമാവ് അണക്കെട്ടിന് സമീപം മുത്തിവൃണ്ടയാറിൽ എർത്തേൺ അണയും ഉണ്ടെന്നത് ഈ സാഹചര്യത്തിൽ ഭീതി ഉയർത്തുന്നതാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് വല്ലാതെ താഴ്ന്നിട്ടും ചലനങ്ങൾ തുടരുന്നത് എന്ത് പ്രതിഭാസമാണെന്ന് അധികൃതർ അടിയന്തരമായി പഠിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തേനി, കമ്പം, ഈരാറ്റുപേട്ട ഭ്രംശമേഖലയ്ക്ക് ഇടയിലുള്ള വെഞ്ഞൂർമേട് കേന്ദ്രീകരിച്ച് ഇത്രയധികം ചലനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും വേണം. പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും സാങ്കേതിക വിദഗ്ധർക്കൊപ്പം മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കണമെന്ന് കർഷക സംഘടന ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചെമ്പേരിയും വർക്കിംഗ് പ്രസിഡന്റ് PM സണ്ണിയും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും സാങ്കേതിക വിദഗ്ധർക്കൊപ്പം
വന്ന് സന്ദർശിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നും ഭൂചലനം ഉണ്ടായിട്ട് ടി വിയിൽ കണ്ടു. അത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തമായിരിക്കും. ചില അനാവശ്യ കേന്ദ്രങ്ങളുടെ പിടിവാശിയുടെ പേരിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഈ മഹാദുരന്തം ഒഴിവാക്കുവാൻ പ്രധാനമന്ത്രി തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും എന്ന കേരളത്തിന്റെ നിലപാടിനെതിരെ തമിഴ്നാട് സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജോസ് കാഞ്ഞിരക്കാട്ട്, ജെയ്മോൻ മത്തായി, ബിജു തോക്കേടം, CH മീരാണ്ടൻ, CU ജോർജ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ടൗൺ ബ്ലോക്കിന്റെ 20ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പൊതുയോഗത്തിന് മുന്നോടിയായി മങ്ങാട്ടുവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മുതലക്കോടത്തേക്ക് പ്രകടനം നടത്തി. മുതലക്കോടം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ തൊടുപുഴ ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് JS ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന സെക്രട്ടറി P ചന്ദ്രശേഖരപിള്ള സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന ഏപ്രിൽ 23, 24, 25, 26 തീയതിയോടുകൂടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുടെ 20ാമത് സമ്മേളനം എന്ന് പൂർത്തിയാക്കുമ്പോൾ അത് 20 വയസ്സിലേക്ക് കഴിയും. നമ്മൾ ഈ സമ്മേളനങ്ങൾ കൊണ്ട് യൂണിറ്റ് സമ്മേളനം, ബ്ലോക്ക് സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ സമ്മേളനം അടക്കമുള്ള കാര്യത്തിൽ സംഘടനാപരമായും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NP പ്രഭാകരൻ, ബ്ലോക്ക് സെക്രട്ടറി KM മത്തായി, ജില്ലാ പ്രസിഡന്റ് K മത്തായി, ജില്ലാ സെക്രട്ടറി VK രാഘവൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ അലി അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉള്ളത് ചരക്ക് ഗതാഗത മേഖലയിലാണ്. ലോറിയും ടിപ്പർ ലോറിയും കണ്ടെയ്നർ ടൈലറുകളും ടാങ്കർ ലോറികളും പാഴ്സൽ സർവീസുകളും അങ്ങനെ ചരക്ക് ഗതാഗത രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഒരു സംഘടന എന്നുള്ള നിലക്കാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നമ്മുടെ പ്രവർത്തനത്തെ ആകെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിൽ 3 ഫെഡറേഷനുകളാക്കി പ്രവർത്തിപ്പിച്ചതിന് ശേഷം നമ്മുടെ ജില്ലകൾ തോറും ചരക്ക് ഗതാഗത രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജില്ലാ തലത്തിൽ കൺവെൻഷനുകൾ ഉണ്ടാക്കി. ജില്ലാ സെക്രട്ടറി KM ബാബു, CATU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗം TR സോമൻ, റോയി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനേറ്റ് ആഭിമുഖ്യത്തിൽ പട്ടികവർഗ യുവജനങ്ങൾക്ക് സൗരോർജ്ജ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനുമുള്ള പരിശീലനം നൽകി. തൊടുപുഴ JCS ഹാളിൽ നടന്ന പരിപാടി ITDP പ്രൊജക്ട് ഓഫീസർ R വൻമദൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിന്നുള്ള ആരെങ്കിലും ഈരടി മേഖലയിലല്ലാത്ത ആളുകളുണ്ടോ? അതിനകത്ത് കുമാര, ഇടുക്കി, പൽപ്പള്ളി, അതായത് അല്ലെ ആ ഭാഗത്തുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് കുമാര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം മിക്കവാറും എല്ലായിടത്തും വൈദ്യുതി എത്തി. അനേറ്റ് ജില്ലാ പ്രോഗ്രാം മാനേജർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. AV ജേക്കബ് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിച്ചു. മാർച്ച് 9 സമാപിക്കുന്ന പരിശീലന പരിപാടിയിൽ തിയറി ക്ലാസുകൾ, പ്രായോഗിക പരിശീലനം, ഫീൽഡ് സന്ദർശനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം ആരംഭിച്ചു. ബുധനാഴ്ചയാണ് പൊങ്കാല. വ്യാഴാഴ്ച പൂരം എഴുന്നള്ളിപ്പും നടത്തും. മേജർ സെറ്റ്, പഞ്ചവാദ്യം, ആട്ടക്കാവടി, ശിങ്കാരിമേളം, നാഗസ്വര കച്ചേരി തുടങ്ങിയ പരിപാടികളോടെ ഉത്സവം ആഘോഷിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. പ്രകാശ ചികിത്സയെക്കുറിച്ച് സൂര്യയോഗ് സ്ഥാപകൻ സൂര്യാജിയുടെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. ഡയബറ്റിക്,
ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് പ്രകൃതിദത്തമായ മരുന്നുകളില്ലാത്ത ചികിത്സാ പദ്ധതിയാണ് സൂര്യയോഗ് എന്ന് സൂര്യാജി പറഞ്ഞു. പ്രകാശ ചികിത്സ, അതാണ് സൂര്യയോഗ്. നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പലതരം രോഗങ്ങൾ, ഡയബറ്റിക് രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, അതുപോലെ ക്യാൻസർ, ബ്ലഡ് പ്രഷർ, ഇത്തരം രോഗങ്ങൾക്ക് പ്രകൃതിദത്തമായ മരുന്നുകളില്ലാത്ത ഒരു ചികിത്സാ പദ്ധതിയാണ് സൂര്യയോഗ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ്. ഒരു 14-15 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയും അതോടൊപ്പം ആഹാര നീഹാരാദികളുള്ള ചില ചിട്ടയായ ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു 80% രോഗങ്ങളും നമുക്ക് മരുന്നുകളില്ലാതെ തന്നെ മാറ്റാൻ സാധിക്കും. ഇത് റെഗുലറായിട്ട് ചെയ്യണം. ഇത് വളരെ സിമ്പിളാണ് ഈ പ്രോസസ്സ്. പ്രകാശത്തെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് സൂര്യയോഗ് ചികിത്സയെന്നും എന്നാൽ ഇന്ത്യൻ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാർ സൂര്യയോഗിനെ കുറിച്ച് അജ്ഞരാണെന്നും അതിനാലാണ് സൂര്യയോഗിന് വലിയ പ്രതിസന്ധി മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. PS ഭോഗീന്ദ്രൻ, രാധാകൃഷ്ണൻ, രാജഗോപാൽ, ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവൈഎഫ്ഐ തൊടുപുഴ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെയും അൽനസർ ഡെന്റൽ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വെങ്ങല്ലൂർ UP സ്കൂളിൽ വെച്ച് സൗജന്യ ദന്തപരിശോധന ക്യാമ്പും സെമിനാറും നടത്തി. ഡിവൈഎഫ്ഐ മുനിസിപ്പൽ നോർത്ത് മേഖലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ക്യാമ്പ് CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പം നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് ഭരണാധികാരികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരോഗ്യരംഗത്ത് സാധാരണക്കാർ എക്കാലവും ആശ്രയിച്ചിരുന്ന ഗവൺമെൻറ് ആശുപത്രികൾ ഇന്ന് ഏതാണ്ട് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് ഏറെ സജീവമായിരുന്ന ഗവൺമെൻറ് ആശുപത്രികൾ, അവിടെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരുന്നു, ആവശ്യത്തിന് മരുന്നുണ്ടായിരുന്നു, ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വളരെ സജീവമായിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് ആശുപത്രികളൊക്കെ തന്നെ ഇന്ന് വേണ്ടത്ര പ്രവർത്തനക്ഷമമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. PA സുധീർ, KK ഷിംനാസ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് VP ദിലീപ് കുമാർ, MH ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അൽനസർ ഡെന്റൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് പിറവത്താണെങ്കിലും ഫ്ലക്സ് ബോർഡുകൾ തയ്യാറാക്കുന്നത് തൊടുപുഴയിലാണ്. UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ ബോർഡുകളാണ് തൊടുപുഴയിൽ തയ്യാറാക്കുന്നത്. ഇത് ഫ്ലക്സിൻ്റെ പണി ഇപ്പം പിറവത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 2000 ഫ്ലക്സിൻ്റെ പണിയുണ്ട്. അതിപ്പോൾ രാവും പകലുമായിട്ടിപ്പം തീർത്തുകൊണ്ടിരിക്കുന്നു. UDFൻ്റെ ഉണ്ട്, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഉണ്ട്, LDFൻ്റെ വരാനുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി രാവും പകലും ഇതിൻ്റെ പണി തന്നെയായിരുന്നു. പിറവത്താണ് ഇലക്ഷനെങ്കിലും ഫ്ലക്സിൻ്റെ മുഴുവൻ പണി തൊടുപുഴ തന്നെയാണ്. പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന KP ഗോപിനാഥന്റെ സ്മരണയ്ക്കായി ഇടുക്കി പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡിന് മനോരമ ന്യൂസിന്റെ കോഴിക്കോട് കറസ്പോണ്ടന്റ് S മഹേഷ് കുമാർ അർഹനായി. ആദിവാസി പെൺകുട്ടികളുടെ മാനം വിൽപ്പനയ്ക്ക് എന്ന പേരിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടുകൾക്കാണ് അവാർഡ്. 10,001 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡ് KP ഗോപിനാഥിന്റെ 4ാം ചരമവാർഷിക ദിനമായ മാർച്ച് 11-ന് പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി KC വേണുഗോപാൽ സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ് SD സതീശൻ നായർ, സെക്രട്ടറി സ്റ്റീഫൻ അരീക്കര, വൈസ് പ്രസിഡന്റ് ജോൺസൺ വേങ്ങത്തടം, ട്രഷറർ സോളമൻ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്തരിച്ച ശ്രീ KP ഗോപിനാഥിൻ്റെ പേരിലുള്ള 2012 മാധ്യമ അവാർഡ് ഇത്തവണ ശ്രീ മഹേഷ് കുമാർ S, മനോരമ ന്യൂസിൻ്റെ കോഴിക്കോട് കറസ്പോണ്ടൻ്റായ മഹേഷ് കുമാർ എസിനാണ് അവാർഡ്. ശ്രീ KM റോയി, ശ്രീ NB രാജേന്ദ്രൻ, ശ്രീ ബൈജു ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് നിർണയിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടികളെ മദ്യവും മയക്കുമരുന്നും നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് സംബന്ധിച്ച് അനുസ്മരണ സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. PT തോമസ് MP മുഖ്യപ്രഭാഷണം നടത്തും. കേരള പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ, ദൂരദർശൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബൈജു ചന്ദ്രൻ, പ്രമുഖ മാധ്യമപ്രവർത്തകൻ KM റോയി എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് നിർണയിച്ചത്.